കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയേണ്ടതായ മെയിൻ 2 കാര്യങ്ങളാണ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആൻഡ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്. ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കേണ്ട ചിലവുകളാണ് എംപ്ലോയി സാലറീസ്, റെൻ്റ്, യൂട്ടിലിറ്റീസ്, ഓഫീസ് സപ്ലൈസ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ നമുക്ക് എബിറ്റ് അപ് ടു 30% നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് 10 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്ന എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് അപ് ടു 50% വരെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. പിന്നീട് വരുന്ന നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഉണ്ട്. നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കാത്തതാണ്. ഇത് നമ്മൾ ടാക്സബിൾ ഇൻകത്തിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കാത്തതാണ്. എക്സംപ്റ്റ് ഇൻകം ഉണ്ട്. എക്സംപ്റ്റ് ഇൻകം നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തില്ല. പിന്നീടുള്ളതാണ് പേഴ്സണൽ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് നമുക്ക് വരുന്ന ഫൈൻസോ പെനാൽറ്റീസോ ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ല. പിന്നീട് വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുമ്പോൾ അത് നമുക്ക് മുമ്പ് അത് അസറ്റ് പർച്ചേസ് സമയത്ത് വരുന്ന ഡിപ്രിസിയേഷനാണ്. പിന്നീട് വരുന്നത് എൻ്റർടൈൻമെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഡൊണേഷൻ ആൻഡ് ഗിഫ്റ്റും കുറയ്ക്കാൻ സാധിക്കില്ല. കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആൻഡ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്.